ശ്രീ KVS ഹരിദാസ് അല്പം മുമ്പ് വരെ ഭാരതത്തിൻ്റെ പാർട്ട്ണർ ആണെന്നുള്ളതിൽ US അഭിമാനം കൊണ്ടിരുന്നു. US-ന് ഭാരതത്തെ കൊണ്ട് ഉപയോഗം ഉണ്ടായിരുന്നു. ചൈനയെ നിലയ്ക്ക് നിർത്താൻ ഭാരതമാവട്ടെ വികസനത്തിൻ്റെ പുതിയ പാതയിൽ മുന്നോട്ടുള്ള കുതിപ്പിൽ US-നെ ഒപ്പം കൂട്ടി. രണ്ടാമത് ചൈനയെ തകർക്കാൻ അല്ലെങ്കിൽ ചൈനയിലെ നിർമ്മാണ മേഖല അല്ലെങ്കിൽ ചൈനയുടെ കുത്തകയെ തകർക്കാൻ നല്ലൊരു ആയുധമായി നല്ലൊരു കൂട്ടാളിയായി ഭാരതത്തെ US കണ്ടു. സന്തോഷമാണ്. കാര്യം ആപ്പിൾ അടക്കമുള്ള ഭീമന്മാർ അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകി നമ്മുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ആ തീമുമായി യോജിച്ചു പോകുന്ന വിധത്തിൽ വൻതോതിൽ നിക്ഷേപം ഇവിടേക്ക് വന്നു. പക്ഷേ US അതിൻ്റെ സൗഹൃദത്തിൻ്റെ ഹസ്തദാനം അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ ഹസ്തം നീട്ടുമ്പോഴും പണ്ട് തൊട്ടേയുള്ള ഒരു ജന്മി കുടിയാൻ മനോഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് വേണ്ടേ കരുതാൻ. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തു തുടങ്ങിയിട്ട് കാലം കുറയായി. വ്യാപാര കരാറിനോടടുത്തപ്പോൾ അവർക്കൊട്ടും രുചിക്കാത്ത രണ്ടുപേർ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് പീയൂഷ് ഗോയലും S ജയശങ്കറും അവർ വച്ച ചില നിബന്ധനകൾ സാധ്യമല്ല എന്ന് ഭാരതം ഉറക്കെ പറഞ്ഞപ്പോൾ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു ഭാരതത്തെ അവരാദ്യമായിട്ടാണ് കണ്ടത്. അത് സഹിച്ചില്ല. പെട്ടെന്ന് തന്നെ ടാരിഫിലേക്ക് നീങ്ങുന്നു. അതിനടുത്ത ദിവസം അഡീഷണൽ ടാരിഫ് പ്രഖ്യാപിക്കുന്നു. ലോകത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഏറ്റവും ഒടുവിൽ ഈ തീരുമാനത്തെക്കുറിച്ച് അവിടെ നിന്ന് ഉയർന്ന വിമർശനത്തിൽ ഏറ്റവും പുതിയത് ജെയ്ക്ക് സള്ളിവൻ, മുൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ബ്രാൻഡ് അമേരിക്ക ഈസ് ഇൻ ദ ടോയ്ലറ്റ് എന്നാണ് പറഞ്ഞത്. അമേരിക്ക എന്നുള്ള ബ്രാൻഡ് ഇന്ന് ശുചിമുറിയിൽ കിടക്കുകയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക ഭാരതത്തെ, പുതിയ ഭാരതത്തെ, നവഭാരതത്തെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. KVS സർ. അല്ല, ഇതൊരു ഒരു ഒരു ശരിയായ നിരീക്ഷണമാണ് പ്രദീപ് പിള്ളയുടേത്. പക്ഷെ ഒരു കാര്യം ട്രംപ് മറന്നു പോയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നത് തന്നെയാണ്. പഴയകാലത്ത് മൻമോഹൻ സിംഗിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ സ്വന്തം വരുതിക്ക് നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മോഡി കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് വേറെ താല്പര്യങ്ങളൊന്നുമില്ല, രാജ്യ താല്പര്യം മാത്രം. ഇന്ത്യക്ക് എന്ത് നേടാൻ പറ്റുമോ അത് മാത്രമേ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ. ട്രംപുമായിട്ട് നല്ല സൗഹൃദം പങ്കുവയ്ക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഓരോ കരുക്കളും നീക്കിയത് അത് രാജ്യത്തിന് എത്രത്തോളം ഗുണകരമാക്കാൻ പറ്റും എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം, ഒരു ഘട്ടത്തിൽ ഈ ടാരിഫ് വാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ട്രംപ് തന്നെ അഡ്മിറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു നല്ല മീഡിയേറ്ററാണ്, നല്ല ബാർഗെയിനറാണ്, ഐ നോ ദാറ്റ് എന്ന് മോഡിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എവിടെയോ ട്രംപിന് തെറ്റുപറ്റി എന്നത് ഇപ്പോൾ ലോകം അംഗീകരിക്കുന്നു. അമേരിക്ക ശരിവച്ചിരിക്കുന്നു. അമേരിക്കയ്ക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു വലിയ ബ്ലണ്ടറാണ് ട്രംപ് കാണിച്ചത് എന്ന് അവിടെ അകത്ത് ചർച്ച നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ. നമ്മളെല്ലാ ഓപ്ഷൻസും ഇപ്പോൾ ജയശങ്കർ സോവിയറ്റ് യൂണിയനിൽ പോയിട്ട്, നമ്മുടെ വിദേശകാര്യമന്ത്രി റഷ്യയിൽ പോയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പഴയ കാലത്ത് ഇന്ത്യയുടെ മുമ്പിൽ പല കാര്യങ്ങൾക്കും ഓരോ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. നൗ ദ ഓപ്ഷൻസ് ആർ ഓപ്പൺ. എവിടെ നിന്ന്, ആരിൽ നിന്ന്, എങ്ങനെ വേണമെങ്കിലും ഇന്ത്യക്ക് ആവശ്യമുള്ള സാമഗ്രികൾ വാങ്ങാനും വിൽക്കാനും അതിനുള്ള അവസരങ്ങൾ ഇന്ത്യ ഉണ്ടാക്കുന്നു. അത് ഇന്ത്യയുടെ പുതിയ ഒരു നയതന്ത്രമാണ്, പുതിയ കച്ചവട തന്ത്രവും കൂടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. പഴയ ഇന്ത്യ അല്ല, ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ്. നമ്മൾ ഇന്ന് ലോകത്തിലെ എക്കണോമിയിൽ 4ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്തേക്ക് കാലെടുത്ത് വെച്ച് നിൽക്കുക. അപ്പോൾ അത് മാത്രമല്ല, മോഡിക്ക് ആഗോള തലത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രതിച്ഛായ. എന്ന് ലോകരാജ്യങ്ങൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. പഴയ കാലത്ത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയിലേക്കും അമേരിക്കൻ പ്രസിഡന്റിലേക്കും ചൈനയുടെ പ്രസിഡന്റിലേക്കും ഒക്കെ നോക്കിയിരുന്ന ആൾക്കാർ ഇന്ന് ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. നരേന്ദ്രമോദി എന്ത് പറയുന്നു, നരേന്ദ്രമോദിയുടെ ഉപദേശം എന്താണ് എന്ന് ചോദിക്കുന്ന സ്ഥിതി. ആ ഒരു ടോൾ ഫിഗർ ഉയർന്നു നിൽക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് ഭാരതത്തിൻ്റെ അഭിമാനം കൂടിയാണ്. അത് തന്നെയാണ് ഇന്ന് ട്രംപ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. അത് ലോകം മോഡിയെ കാണുന്നത് വേറൊന്നാണ്. ലോകത്തിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ മോഡിക്കൊപ്പം നിൽക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകും
എന്ന് കണ്ടറിയാൻ ട്രംപിന് കഴിയാതെ വന്നു. അതിന് ഒരുപാട് പ്രായശ്ചിത്തം ഇനിയിപ്പോൾ നാളുകളിൽ ട്രംപ് ചെയ്യേണ്ടി വരും, അത് ഉറപ്പാണ്.